ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ആ ദൃശ്യങ്ങൾ താങ്കളും കണ്ടു കാണും, ആ ഗാനവും താങ്കൾ കേട്ട് കാണും. ഇപ്പൊ കോടതി ചോദിക്കുകയാണ്, ഇതൊരു കോളേജ് ആനുവൽ ഡേ ഫംഗ്ഷൻ ആണോ? നമുക്കിതിൽ ആത്യന്തികമായ പ്രശ്നം കലാകാരൻ എന്ത് പാട്ട് പാടുന്നു എന്നുള്ളതല്ല. ഇതൊരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട്, തിരുവാതിര ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അവിടേക്ക് എത്തുന്നത് വിശ്വാസികളാണ്. അവിടെയാണോ ഈ വിപ്ലവ ഗാനം പാടേണ്ടത്? അതിന് മറ്റു വേദികളില്ലേ? കോളേജ് ആനുവൽ ഡേക്കും ഈ ഗാനം പാടാൻ പാടില്ലല്ലോ. കാരണം കോളേജിൽ അധ്യയനം നടക്കണം, അവിടെ മറ്റൊരു കോളേജ് ആനുവൽ ഡേ ആണോ എന്ന് കോടതി ചോദിക്കുന്നത് ആ DJ ലൈറ്റിങ്ങും അതും കണ്ടിട്ടാണ് കോടതി ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഈ കേസിന് ആധാരമായ വിഷയം വിശ്വാസികളുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഉത്സവം, ആ പ്രദേശത്തെ വിശ്വാസികളുടെ ഭാഗമായി വിശ്വാസികൾ അവരുടെ കണ്ടുകൊണ്ട് അവിടെ ഉത്സവം നടത്തുന്നു. ആ ഉത്സവം നടക്കുന്ന പ്രദേശത്ത് ഒരു പാർട്ടിക്ക് സ്വാധീനമുണ്ട് എങ്കിൽ മാത്രം ആ പാർട്ടിയുടെ വിപ്ലവ ഗാനങ്ങളും ആ പാർട്ടിയെ പ്രകീർത്തിക്കുന്നതും അതിന്റെ ചിഹ്നങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഈ സംസ്ഥാനത്ത് ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വാർത്തയാകുന്നതും ഇപ്പൊ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പൊ കോടതി തന്നെ ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയാക്കാനുണ്ടെന്നും ഇത്തരത്തിൽ നടക്കാൻ പാടില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോ ഇത് തന്നെയാണ് പറയുന്നത്, ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് വിട്ടു നൽകണം. ആരാധനാലയങ്ങളിലെ കാര്യങ്ങൾ പാടില്ല, അവിടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ പാടില്ല. ഇത് നമ്മൾ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശബരിമല വിഷയമായാലും അതിനുശേഷം നടക്കുന്ന പല സംഭവങ്ങളും നമ്മളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കടക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഇവിടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്സവം ഒരു ദിവസം. എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കട്ടായി പോകുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. എന്നാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കടക്കൽ അമ്പലത്തിൽ നടന്ന ഈ വിപ്ലവ ഗാനത്തിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. ദേവസ്വം സെക്രട്ടറി മറുപടി പറഞ്ഞേ തീരുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐയുടെ ചിഹ്നവും ഡിവൈഎഫ്ഐയുടെ ഗാനവും നമ്മൾ കാണുന്നു, കേൾക്കുന്നു. നാളെ ഇതുപോലെ തന്നെ BJPയും കോൺഗ്രസും ചെയ്യാൻ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്.